critically examine the nature of maritime trade during 300 BC to 300 AD in eastern Deccan. The importance of sea trade carried on both by Indian merchants and by foreign merchants, that is, Arabian Mediterranean merchants in early urbanization process has been recognized, and classical accounts by Greek and Egyptian geographers and travelers have proved it to be of immense value as they contain details of its items of export and import, as also the ports from where they were shipped or collected. Many ancient accounts by Greek and Egyptian geographers and travelers have proven to extremely valuable because they contain details on export and import items, as well as the ports from which they were shipped or collected, demonstrating the importance of sea trade in early urbanization process carried out by Indian and foreign merchants. വളരെ പ്രാചീന കാലം മുതൽക്ക് ഗ്രീക്കുകാരും ഈജിപ്ഷ്യൻ ജിയോഗ്രഫേഴ്സും അതുപോലെ ട്രാവലേഴ്സും ഒക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട് എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ഐറ്റംസെക്കുറിച്ച്. എന്തെല്ലാം വസ്തുക്കളായിരുന്നു ഇന്ത്യയിൽ നിന്ന് അവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നതും അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നതും. ഈ വസ്തുക്കളുടെ മാത്രം വിവരമല്ല ഉണ്ടായിരുന്നത്, കൂടാതെ ഏതെല്ലാം തുറമുഖങ്ങൾ വഴിയായിരുന്നു ഇത്തരം വസ്തുക്കൾ ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഉപയോഗിക്കപ്പെട്ടിരുന്നത്, എവിടെ നിന്നെല്ലാം ഇത്തരം വസ്തുക്കൾ ശേഖരിക്കപ്പെട്ടിരുന്നു എന്നും എപ്രകാരമായിരുന്നു അവയുടെ വിപണനവും മൂല്യവും എന്നെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പോൾ സമുദ്ര വ്യാപാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നഗരവൽക്കരണത്തിന് വഴി തെളിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ വിദേശ വ്യാപാരികളെത്തുക, അതായത് അറബികളും മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ, കച്ചവടക്കാർ ഇന്ത്യയിൽ എത്തപ്പെടുകയും അവരുടെ സംഭാവനകൾ എത്രത്തോളം ഇന്ത്യയെ നഗരവൽക്കരണത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടതുമാണ്. The major destination of export commodities was in Roman world, while the Persian Gulf and the Red Sea were both the destination and transit zone. ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുടെ പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് പ്രധാനമായും റോമൻ ലോകത്തേക്കായിരുന്നു. എന്നാൽ അതുമാത്രമായിരുന്നില്ല. പേർഷ്യൻ ഗൾഫിനിരുവശവുമുള്ള രാജ്യങ്ങൾ, ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം എന്നിവ ഈ പ്രദേശത്തേക്കും ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഇന്ത്യയിലേക്കും എത്താൻ കാരണമായി. ഫ്രം സൗത്തേൺ അറേബ്യ, കേപ്പ്, ഗോഡാഫി, raw materials like iron, copper, silk were reworked and sold as finished products. സൗത്തേൺ അറേബ്യയിൽ നിന്നും സൊമാലിയയിൽ നിന്നുമൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുമ്പ്, ചെമ്പ്, സിൽക്ക് വസ്ത്രങ്ങൾ എന്നിവ കൂടുതൽ മികവോടുകൂടി വിൽക്കപ്പെടുകയും ചെയ്തു. അലക്സാണ്ട്രിയയിലേക്കും റോമൻ മാർക്കറ്റിലേക്കും അപ്പാർട്ട് ഫ്രം ടിമ്പർ ഫ്രം ബറൂഷ്, എബണി, ബാംബു were exported. ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള മരങ്ങൾ, മരത്തടികൾ എന്നിവ ഈ പ്രദേശങ്ങളിലേക്ക്, റോമൻ മാർക്കറ്റിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. അലക്സാണ്ട്രിയ was also an important center for manufacturing of the different kinds of metal works, glasswares, perfumes, unguents and other aromatic products. അലക്സാണ്ട്രിയ വളരെ സവിശേഷമാർന്ന ഒരു നിർമ്മാണ കേന്ദ്രമായിരുന്നു. പല തരത്തിലുള്ള ലോഹ നിർമ്മിതികൾ, ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ,
സുഗന്ധ ലേപനങ്ങൾ തുടങ്ങിയവ ഇവിടെ മാത്രം രൂപപ്പെടുത്തുകയും അത് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ മെർച്ചൻസ് മൂവ്ഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അലക്സാൻഡ്രിയ. ഇത്തരം വസ്തുക്കൾക്ക് വേണ്ടി ഇന്ത്യൻ വ്യാപാരികൾ അലക്സാൻഡ്രിയയ്ക്കും ഇന്ത്യക്കുമിടയിൽ നിരന്തരം കപ്പൽ യാത്ര നടത്തിപ്പെട്ടു. റെഡ് സീ ട്രേഡ് വാസ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആൻഡ് പോർട്ട് ഓൺ ദ റെഡ് സീ വർ വെൽ ഗാർഡഡ് അണ്ടർ റോമൻ അതോറിറ്റീസ്. ചെങ്കടലിലൂടെയുള്ള വ്യാപാരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യാപാര റൂട്ട് തന്നെയായിരുന്നു ചെങ്കടൽ. ചെങ്കടലിനോട് ചേർന്നിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ റോമൻ അധികാരികൾ വളരെ അധികം സൈനികമായി സംരക്ഷിക്കപ്പെട്ടിരുന്നു. ടിൽ 297 AD, Palmyra was the best documented center for Rome's eastern frontier. റോമക്കാരുടെ ഈസ്റ്റേൺ അതിർത്തി എന്ന് പറയപ്പെടുന്ന പ്രധാനമായും വ്യാപാര കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നത് സിറിയയിലെ പാമിറയാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദി പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ നേച്ചർ ഓഫ് കമ്മോഡിറ്റി ബോത്ത് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഫ്രം ബാരി ഗസ were exported agricultural products in exchange for frankincense, tortoise shell and rhinoceros horn. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടതും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ, ചരക്കുകളുടെ വിവരങ്ങൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാരിഗസ എന്ന തുറമുഖത്തിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു ഫ്രാങ്കിൻസെൻസ്, ടോർട്ടോയ്സ് ഷെൽ, റൈനോസോസ് ഹോൺ എന്നിവ. ഫ്രാങ്കിൻസെൻസ് എന്ന് പറഞ്ഞാൽ കുന്തിരിക്കം, അതുപോലെ ടോർട്ടോയ്സ് ഷെല്ലുകൾ, റൈനോസേഴ്സിൻ്റെ കൊമ്പ് എന്നിവ. Majority of export item was in the form of raw materials was exported through the west coast in the early phase of this inter-regional long-distance trade. Apart from bulk items like ebony, teak, blackwood, sandalwood, bamboo, tusks of ivory, iron, apart from aromatic spikenard, bdellium, costus, lycium, saffron, which were easily portable. ഇതിനു പുറമെ ധാരാളം അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടത് മാത്രമല്ല, പല വസ്തുക്കളുടെയും നിർമ്മാണത്തിന് സഹായകരമാവുന്ന അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും വെസ്റ്റ് കോസ്റ്റിൽ നിന്ന്. അതേതെല്ലാമായിരുന്നു എന്ന് പ്രധാനമായും ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൻ്റെ ഭാഗമായിരുന്നു വെസ്റ്റ് കോസ്റ്റ് തുറമുഖങ്ങൾ എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്കിലും അതിൽ നിന്ന് വിപരീതമായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രം തിരഞ്ഞെടുത്ത് കയറ്റുമതി ചെയ്യപ്പെട്ടതാണ്. എബണി, ടീക്ക്, കരിവീട്ടി, തേക്ക്, അതുപോലെ ബ്ലാക്ക് വുഡ്, സാൻഡൽവുഡ്, ബാമ്പു, ആനക്കൊമ്പുകൾ, അതുപോലെ അയേണ്, മറ്റ് സുഗന്ധ വസ്തുക്കൾ, സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ടുള്ള കാര്യങ്ങൾ, സ്പിഗ്നാഡ്, ബിഡേലിയം, കോസ്റ്റസ്, ലൈസിയം, സാഫ്രോണ് തുടങ്ങിയവ. ഇതിന് പുറമെ സ്പൈസസും അവർ കൊണ്ടുവരുന്നു. വളരെ എളുപ്പത്തിൽ പോർട്ടബിളായിരുന്ന, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോർട്ടബിളായിട്ടുള്ള വസ്തുക്കൾ. സ്പൈസസ് ലൈക്ക് പെപ്പർ, ലോങ് പെപ്പർ, മലബാത്രം, അതുപോലെ സിന്നബാർ, മെഡിക്കൽ വാല്യൂ ഉള്ള പ്ലാന്റ്സുകളൊക്കെയാണ്. അതുപോലെ സീസ്മം ഓയില്, സ്പൈസസ്. ഇതിന് പുറമെ ഡൈസ്, നിറങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻഡിഗോ, നീലമൊക്കെ അവർ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. സച്ചാസ് ഇൻഡിഗോ, ലാക്ക്, സെമി പ്രഷ്യസ് സ്റ്റോൺസ് ലൈക്ക് അഗേറ്റ്, റെഡ് ജാസ്പർ, കാർണേലിയം, ഒനിക്സ്, എക്സോട്ടിക് ബേർഡ്സ്. ഇങ്ങനെ ധാരാളം വസ്തുക്കളെക്കുറിച്ച് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന്
ഗ്രീക്ക് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിന് തീരങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക്. മാനുഫാക്ചർ ഐറ്റം ഇൻക്ലൂഡ് ടെക്സ്റ്റൈൽസ്, ബോഡോ ഇന്ത്യൻ ക്ലോത്ത് കാൾഡ് മൊണാക്കി, സാഗ്മട്ടോഗണി, ഗാർമെൻറ്റ്സ് കാൾഡ് ഗുണനാക്കി ആൻഡ് മല്ലു ക്ലോത്ത്, സം മുസ്ലിംസ്. അപ്പോൾ ചില ടെക്സ്റ്റൈൽസ്, അതായത് വസ്ത്രങ്ങളും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നത് മൊണാക്കി എന്നറിയപ്പെട്ടിരുന്ന വസ്ത്രം, അതുപോലെ സാഗ്മാറ്റോ ജെനൈ എന്ന് പറയുന്ന, അതുപോലെ ഗുനൗക്കായ് എന്നറിയപ്പെടുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഗ്രീക്ക് ഇന്ത്യൻ നെയിമിനെ ഗ്രീക്കിലേക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അവർ പറയപ്പെടുന്നത്. ഗൗനാക്കി, ഗൗണ് എന്നാണോ ഗൗണാക്കായ് എന്നൊക്കെയാണ് പറഞ്ഞത്, ഗൗണാക്കി. അതുപോലെ മല്ലു ക്ലോത്ത്, ഇങ്ങനെ പലതും അവർ അവരുടെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തതായിട്ട് നമ്മുടെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആസ് ഫോർ raw materials, it is not easy to identify in all cases the place of origin, how these resources, both the money and transportation for their procurement, were obtained. ഈ അസംസ്കൃത വസ്തുക്കൾ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എവിടെ നിന്ന് എങ്ങനെ ലഭ്യമാവുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ അസംസ്കൃത വസ്തുക്കൾ പലപ്പോഴും അവയുടെ ഉറവിടം നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവയുടെ പണത്തിൻ്റെ മൂല്യവും അവ കൈമാറ്റം ചെയ്യപ്പെടുന്നതൊക്കെയാണ് സാധാരണ നമ്മൾ തിരിച്ചറിയപ്പെടാറുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ വുഡ്സ് പറയുകയാണെങ്കിൽ, ഓൾ ദ വുഡ്സ് എക്സ്പോർട്ടഡ്, കയറ്റുമതി ചെയ്യപ്പെട്ട മരങ്ങൾ എന്ന് പറയുന്നത് എബണി, ബ്ലാക്ക് വുഡ്, സാൻഡൽ വുഡ്, ബാംബു എന്നിവയായിരുന്നു. ഇവയെല്ലാം, ഈ വൃക്ഷങ്ങളെല്ലാം, ഈ മരത്തടികളെല്ലാം ഇന്ത്യയിൽ പ്രാദേശികമായി കണ്ടുവരുന്നതാണ്. എസ്പെഷ്യലി ദേ വേർ ദ ഇൻഡിജിനസ് ഇൻ പെനിസുലാർ ഇന്ത്യ എന്ന് പറയാം. ടീക്ക് വുഡ് എന്ന് പറയുന്നത് സത്പുര റേഞ്ചിൽ കാണപ്പെട്ടിരുന്നവയാണ്. അതുപോലെ ബ്ലാക്ക് വുഡ് എന്ന് പറയുന്നതിൻ്റെ ദ സോഴ്സ് ഓഫ് ബ്ലാക്ക് വുഡ് ഫ്രം ദ ബോത്ത് നോർത്തേൺ കൊങ്കൺ റീജിയൻ, സെൻട്രൽ ഇന്ത്യയിലും കൊങ്കൺ മേഖലയിലും കണ്ടുവരുന്നു. അതിന് പുറമെ വെസ്റ്റേൺ പശ്ചിമഘട്ടത്തിലൊക്കെ കണ്ടുവരുന്നവയാണ് ബ്ലാക്ക് വുഡുകൾ. എബണി ആൻഡ് സാൻഡൽ വുഡ് എന്ന് പറയുന്ന ഈ രണ്ട് വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ദേ വർ അക്വേർഡ് ഫ്രം മലബാർ കോസ്റ്റ്, മലബാർ തീരത്തു നിന്നും ആയിരുന്നു ഇവർ ഇത് ശേഖരിക്കപ്പെട്ടിരുന്നത്. ഈ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ മരത്തടികളെല്ലാം എത്തിപ്പെട്ടിരുന്നത് ബറൂച്ചിലാണ്. ബറൂച്ച് സർവിങ് ദ മെയിൻ ഹബ്ബ് ഫോർ വുഡ് ഫ്രം ബോത്ത് മലബാർ കോസ്റ്റ് ആൻഡ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്നും മലബാറിൽ നിന്നുമൊക്കെ വരുന്ന മുഴുവൻ മരത്തടികളും അവർ സൂക്ഷിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നത് ബറൂച്ചിലായിരുന്നു. As major items exported consisted of the bdellium from the Tapti basin, Sindh and Kathiawar, semi-precious stones, agate, red jasper, onyx from Deccan. ബിഡേലിയം എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം വസ്തു പ്രധാനമായും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് താപ്തി നദിയുടെ സമതലങ്ങളിൽ നിന്നായിരുന്നു. അതുപോലെ സിന്ധ്, കത്തിയവാർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. സെമി പ്രഷ്യസ് സ്റ്റോൺ ആയിട്ടുള്ള അഗേറ്റ്, റെഡ് ജാസ്പർ, ഒനിക്സ് എന്നിവ ഡെക്കാനിൽ നിന്ന്. കൂടാതെ മുസ്ലിം മല്ലു ക്ലോത്ത് ഫ്രം ടേർ ഇൻ ഡെക്കാൻ, കോട്ടൺ ഗ്രോയിങ് ഏരിയ ആയിരുന്നു ഇത് എന്നുള്ളത്. അതുപോലെ ഡൈക്ക് വേണ്ടി ഇൻഡിഗോ ഫ്രം വെസ്റ്റേൺ ഇന്ത്യ, സ്പിഗ്നാഡ് ഫ്രം ഹിമാലയം ആൻഡ് ആൾസോ ഉജ്ജയിൻ, കോസ്റ്റസ് ഫ്രം കാശ്മീർ, മലബാത്രം from southern slopes of Himalaya and also north Kanara district. According to Pliny, his Naturalia Historica, പ്ലീനിയുടെ നാച്ചുറിയ ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ലൈസിയം വാസ് സെൻഡ് ടു റോം ഇൻ റൈനോസോസ് ആൻഡ് ക്യാമൽ സ്കിൻ ബൈ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് റോമിലേക്ക് നമ്മുടെ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, അതുപോലെ ഒട്ടകത്തിൻ്റെ സ്കിന്ന് എന്നിവ എത്തിയിരുന്നത് എന്ന്. റോ കോട്ടൺസ് ഫ്രം ഇന്ത്യ റീച്ച്ഡ് അലക്സാൻഡ്രിയ ആൻഡ് കോട്ടൺ ഫാബ്രിക്സ് ഓഫ് ഇന്ത്യ were sent from many regions of the north and south, those of the Deccan, Tamil region in southern being considerable variety of fine texture. ഇനി കോട്ടൺ
തുണിത്തരങ്ങൾ, കോട്ടണുമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നാണ് അലക്സാണ്ട്രിയയിലേക്ക് എത്തിയിരുന്നത്. കോട്ടൺ ഫാബ്രിക്കുകൾ, നൂലുകൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും അതുപോലെ ഡെക്കാൻ, അതുപോലെ തമിഴ്നാട്ടിൽ സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ മനോഹരമായ ഏറ്റവും വൈവിധ്യമാർന്ന ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ റോമിലേക്ക് എത്തിയിരുന്നു. സിൽക്ക് ആൾസോ മേജർ എക്സ്പോർട്ട് ഐറ്റം. As a part of transit trade, Central Asian Silk Route came to abandon due to the constant movement and hostility of Central Asia tribes as the early century before after Christian era. അപ്പോൾ സിൽക്ക് റൂട്ട് നമുക്കറിയപ്പെടാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ സിൽക്ക് റൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ സിൽക്ക് വസ്ത്രങ്ങൾ പലപ്പോഴും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് തന്നെയായിരുന്നു എത്തിയിരുന്നത്. നമ്മൾ ചൈനയിൽ നിന്നൊക്കെ വരുന്നത് തന്നെയാണ്. അത് നമ്മുടെ തുറമുഖങ്ങൾ വഴി കയറ്റുമതി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യൻ അയേൺ അക്കോർഡിംഗ് ടു ദ പെരിപ്ലസ് വാസ് ദ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഐറ്റം. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ലോഹങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് അയേൺ ആയിരുന്നു എന്നുള്ളതാണ് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അയേൺ smelting has been located several excavation, Vidarbha, Maikund and Kodumanal in Tamil Nadu, located near the iron ore of Salem, being major sources. ഇന്ത്യയിൽ ധാരാളമായി അയൺ സ്മെൽറ്റിംഗ് പ്രോസസ്സ് നടക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് എക്സ്കവേഷനിലൂടെ ലഭിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇരുമ്പ് അയിരുകളിൽ ലഭ്യമാവുന്ന സേലം, അതുപോലെ തമിഴ്നാട്ടിലെ കൊടുമനാൽ എന്ന് പറയുന്ന പ്രദേശം, വിദർഭ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇരുമ്പ് അയിരുകൾ ഇതുപോലെ ഇരുമ്പ് ഉരുക്കി പല വസ്തുക്കളുണ്ടാക്കി അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളോ പാത്രങ്ങളോ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഉപകരണങ്ങളോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഇരുമ്പ് അയിരൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു എന്നതിനും പ്രധാന തെളിവുകളുണ്ട്. The important goods exhibited diverse range, encompassing both necessities and opulent commodities. ഇനി ഇറക്കുമതി ചെയ്തിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്ന, ചരക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരുന്നു പലതും. Periplus of the Erythraean Sea documented mention instance trading frankincense and tortoise shells returned for grains. ഇന്ത്യയിൽ നിന്ന് കുന്തിരിക്കം, ഫ്രാങ്കിൻസെൻസ്, അതുപോലെ ടോർട്ടോയിസ് ഷെല്ലുകളൊക്കെ കയറ്റുമതി ചെയ്തപ്പോൾ റോമക്കാർ നമുക്ക് തിരിച്ചു തന്നിട്ടുള്ളത് ഗ്രെയിൻസ്, ധാന്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇറക്കുമതിയായിട്ട് ചെയ്തത്. അതർ ഐറ്റംസ് വർ വൈന്, ഡേറ്റ്സ്, ഗ്ലാസ്, ടിന്ന്, ലെഡ്, കോപ്പർ, ആൻറ്റിമണീസ്, religar, coral, gold, silver coin, vessels of silver, singing boys and maidens, beads, rings, lamps, parts of wine jugs. They are get from excavations. Carved albasters, lapis lazuli, tiny fig of Yavanas, fig of lapis lazulis, and at Brahmapuri, lamps manufactured at Yavanas, Brahmi inscription from Alluru, Krishna district, according to gifts of such lamps. അപ്പോൾ എന്തെല്ലാമായിരുന്നു റോമക്കാർ നമുക്ക് തിരിച്ചു വന്നിട്ടുള്ളത്? ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വൈനുകൾ, അതുപോലെ ഡേറ്റുകളൊക്കെയാണ്. പലതരത്തിലുള്ള പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ നട്ട്സുകൾ, ഗ്ലാസ്, ലെഡ്, ടിന്ന്, കോപ്പർ, ഇതുപോലെ കോറൽ, ഗോൾഡ്, സിൽവർ വെസലുകൾ, അതുപോലെ പാട്ട് പാടുന്ന യൂറോപ്യൻസ് അല്ലെങ്കിൽ റോമക്കാർ, അവരുടെ അടിമകളായിട്ടുള്ള ആളുകൾ, ബോയ്സും ഗേൾസും മെയ്ഡൻസിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഡ്സ്, റിങ്സ്, ലാംപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. വൈൻ ജഗ്ഗുകളൊക്കെ ടേറിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്കവേഷൻ ലഭിച്ചിട്ടുണ്ട്. ലാപ്പിസ് ലസൂളി, ടൈനി ഫിഗ് ഓഫ് ലാപ്പിസ് ലസൂളി നമുക്ക് ബ്രഹ്മപുരി, സൗത്ത് കർണാടകയിൽ നിന്ന് ബ്രഹ്മപുരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലാമ്പ് കിട്ടിയിട്ടുണ്ട്. യവന നിർമ്മിതമായ ലാമ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ച് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ അല്ലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലാമ്പുകൾ ഗിഫ്റ്റായി ലഭിച്ചത് ബ്രാഹ്മി ലിപിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വെറൈറ്റീസ് ഓഫ് ഗ്ലാസ് ബീഡ്സ് ഇൻക്ലൂഡിങ് ബ്ലൂ ഗ്ലാസ് ബീഡ്സ്, ഫെയിൻസ്, കൗലിൻ, unused raw material for pottery, mirror handles, necks of unguents bottles. അപ്പോൾ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, അത് പല നിറങ്ങളിലുള്ള ബ്ലൂ ഗ്ലാസ് ഒക്കെ ഉണ്ട്, പല തരത്തിൽ. അതുപോലെ ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇത്തരം പാത്രങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത റോ മെറ്റീരിയൽസ്, മിറർ
ഹാൻഡിലുകൾ, ഇങ്ങനെ പലതും അവരുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കവോളിൻ also lead a development of sculpture Western Deccan. Western Deccan sites are found shell bangles, ivory seal matrix, ivory statue, where could have well manufactured item from both indigenous foreign sources. ഈ പറഞ്ഞിട്ടുള്ള ഐവറി സീൽ മാട്രിക്സ്, ഐവറി സ്റ്റാച്യൂട്ട്, ബാംഗിൾസൊക്കെ, ഷെൽ ബാംഗിൾസൊക്കെ വിദേശത്ത് നിർമ്മിതമായിട്ട് ഇവിടെ എത്തിയതും സ്വദേശീയരായി നിർമ്മിക്കപ്പെട്ടതൊക്കെ ഉണ്ട്. സിമിലർലി മെറ്റൽ, അയേൺ, കോപ്പർ ഫോർ ടൂൾസ് ഇംപ്ലിമെൻറ്റ്സ് ആൾസോ, നമുക്ക് ദൈനംദിനമായി ഉപയോഗിക്കുന്ന, കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതുമായ ഉപകരണങ്ങൾ, വസ്തുക്കളൊക്കെ അയേണിലും കോപ്പറിലൊക്കെ നിർമ്മിക്കപ്പെട്ടത് ധാരാളം ലഭ്യമായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഡെക്കാൻ പ്രദേശ് ബുദ്ധിസ്റ്റ് അസോസിയേഷനുമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന്. ആൻഡ് മേ ബി ബോത്ത് ലോക്കൽ ആൻഡ് ഫോറിൻ സോഴ്സസ്, വൈൽ antimony rods and silver found occasionally in excavation seems to have been imported. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള കുറേ സാധനങ്ങൾക്ക് നമ്മൾ ലഭ്യമാകുമ്പോൾ ചിലതൊക്കെ വിദേശ നിർമ്മിതമായ, സിൽവറിൽ നിന്ന് നിർമ്മിതമായ വസ്തുക്കൾ നമുക്ക് എക്സ്കവേഷനിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പലതും ഇമ്പോർട്ട് ചെയ്യപ്പെട്ടതും കൂടിയാണ്. ഡിമാൻഡ് ഫ്രം ഇന്ത്യൻ മാർക്കറ്റ് വാസ് ഫോർ ലെഡ്, ടിന്ന്, കോറൽ, ഗ്ലാസ്, വൈന്, ഇതിലൊക്കെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക്, പ്രോഡക്ട്സുകൾക്കൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അന്നത്തെ കാലത്ത് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നത് എന്ന്. അതുപോലെ സെറാമിക് പ്രോഡക്റ്റുകൾ ഒറിജിനേറ്റ് ഫ്രം ദ മെഡിറ്ററേനിയൻ, bronzes crafted Campania, located in present-day Italy, more inclined to have been transported through the commonly utilized Red Sea route rather than encountering potential conflict in Parthian Empire. പാർത്തിയൻ എംപയറുമായിട്ടുള്ള സംഘർഷം കൊണ്ട് തന്നെ ചെങ്കടലിലൂടെയാണ് ഇറ്റലിയിൽ നിന്നൊക്കെ ഈ സെറാമിക് ഉൽപ്പന്നങ്ങൾ പ്രധാനമായി എവിടേക്ക് എത്തിയത്, ഇന്ത്യയിലേക്ക് എത്തിയത്. അതിൽ ബ്രോൺസ് നിർമ്മിതമായ സാധനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നും സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായി 300 BC to 300 AD ഡെക്കാൻ പ്രദേശവുമായിട്ടുള്ള മാരിടൈം ട്രേഡിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റുന്ന എവിഡൻസും വസ്തുക്കളും ഒക്കെ.